ഗുഡ് മോർണിംഗ് കേരളം അല്ലേ? വെരി ഗുഡ് മോർണിംഗ് കേരളം. ആഗോള മലയാളികളോടെല്ലാമാണ് നമ്മളുടെ ആഹ്വാനം. 1 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കിൻ, നടക്കിൻ, നല്ല ഭക്ഷണം കഴിക്കിൻ, ചീത്ത ശീലങ്ങൾ ഉപേക്ഷിപ്പിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എന്റെ ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാ മലയാളികളെയും ബോധവൽക്കരിക്കുന്നതിനായി 24 വാർത്താ ചാനൽ ആരംഭിച്ച പ്രഭാത നടത്തം അഥവാ മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അപ്പോൾ ഒരു വാർത്താ ദിനത്തിന്റെ ആരംഭമാണ്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിനമാണ്. ഇന്നലെ നമ്മൾ കണ്ട് പോയ വാർത്തകൾ, അതിന്റെ തുടർ പ്രതികരണങ്ങളും ഒക്കെ ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയുന്ന 2024 നവംബർ 26 ചൊവ്വാഴ്ചയാണ്. അതെ, ആഴ്ചയുടെ 2ാം ദിനമാണ്. കൊല്ലവർഷം നോക്കുകയാണെങ്കിൽ 1200, കൊല്ലവർഷം 1200, വൃശ്ചിക മാസമാണ്. ഇന്ന് 11 വൃശ്ചികം 11. അപ്പോൾ ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നടത്തം ആരംഭിക്കാം. നടന്നോടൊപ്പം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. വർത്തമാനങ്ങളുണ്ട്, പിന്നെ ചില കാഴ്ചകളുണ്ട്, ചില ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ പോവല്ലേ? യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിനായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രം. ഒരുപാട് പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ എന്തും നടക്കാവുന്ന ഒരു സ്ഥലമാണ് അല്ലേ? പെട്ടെന്നാണ് സ്മിത ചേച്ചിയുടെ ഒരു ശക്തി എന്നിലേക്ക് വന്നത്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കൊലുങ്ങി കൊലുങ്ങി. ആരാണ് ഓർമ്മ വരുന്നത്? ചങ്ങമ്പുഴ. അപ്പോൾ ചങ്ങമ്പുഴ പാർക്കിന്റെ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വാക്ക് വേ ഒക്കെ ഉണ്ട് ഈ പാർക്കിനകത്ത്. ഒരുപാട് പേർ ഈ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മോർണിംഗ് വാക്കിനായിട്ടും. ഇവിടെ ചെറിയ എന്താണ് പറയുക, എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ പാർക്കിനകത്ത് ഒഴുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം 2 മാസം മുൻപാണ് നടന്നത്, സെപ്റ്റംബർ 14. യെസ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മോർണിംഗിൽ തന്നെ എന്താണ് പറയുക, പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വിഷമമുള്ള ഒരു വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, ഒരു അപകട വാർത്തയാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. തൃശ്ശൂർ തൃപ്രയാറിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടി ലോറി കയറിയിറങ്ങി 5 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. 7 പേർക്കാണ് പരിക്കേറ്റത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണുള്ളത്. സൂരജ്, ഈ സംഭവം എങ്ങനെയാണ്? ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരാണ്, ഒന്നും ഓർക്കാൻ പറ്റാതെ മരണത്തിലേക്ക് പോയത്. 7 പേർക്ക് പരിക്കുണ്ടെന്നും അറിയുന്നു. എന്തായിരുന്നു സംഭവം? ക്രിസ്റ്റിന, പ്രജിൻ, ഈ ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണം തൃശ്ശൂരിന്റെ തീരദേശ മേഖലയിൽ പുരോഗമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിനരികിൽ പലയിടങ്ങളിലും ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഏറ്റെടുത്ത സ്ഥലത്താണ് ഈ പുറത്തു നിന്നുള്ള നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസമാക്കിയിരുന്നത്. അവർ ഈ റൂട്ടിൽ ചെറിയ ടെന്റൊക്കെയായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് ഈ കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടി കയറ്റി വന്ന ലോറി ഇടിച്ചു കയറിയതെന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 5 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 12 പേർക്ക് ആകെ ഈ അപകടത്തിൽപ്പെട്ടു. അതിൽ 5 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് വിവരം. ഇതുവരെയും ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു അപകടം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ലോറിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ നാട്ടികയിലാണ് ഈ അപകടം നടന്നത്. അവിടെ നിന്ന് ഈ പോലീസ് ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നാൽ പോലും ഒരു ദാരുണമായ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളത് തന്നെയാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഈ ലോറി പാഞ്ഞു കയറി ഈ അപകടം ഉണ്ടാക്കുകയും 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചത്. ക്രിസ്റ്റീന, പ്രജിൻ. സൂരജ്, വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 5 പേരുടെ ഒരു മരണ വാർത്ത, അതും ഈ രീതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തടിലോറി കയറി വരുന്നു, അങ്ങനെ അപകടം ഉണ്ടാകുന്നു. ഇതിപ്പോൾ കൃത്യമായി നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നതെന്നാണ് സൂരജ് പറയുന്നത്. അപ്പോൾ ഈ നാടോടി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ അപകടം. ഈ റോഡിന്റെ വശത്തൊക്കെ നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ലോറി വന്ന് കയറി എന്നാണോ മനസ്സിലാക്കേണ്ടത്?
പ്രജിൻ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ തീരദേശ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പുരോഗമിച്ചു വരികയാണ്. തൃശ്ശൂരിന്റെ തീരദേശ മേഖലയിൽ, നാട്ടിക അടക്കമുള്ള മേഖലകളിൽ അത് പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഒഴിഞ്ഞ പ്രദേശമായി തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ. അങ്ങനെ ഒഴിഞ്ഞു കിടന്ന സ്ഥലത്താണ് ഇവർ ഈ നാടോടികൾ ഉറങ്ങിക്കിടന്നത്, നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉറങ്ങിക്കിടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്കിടയിലേക്കാണ് ഈ പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കമായതുകൊണ്ട് തന്നെ ഈ ലോറി വരുന്നതോ മറ്റു കാര്യങ്ങളോ തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ഈ ലോറി ഇവർക്ക് ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ മരിച്ച 5 പേരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ എല്ലാവരെയും നിലവിൽ ഈ നാട്ടികയിലെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയും മരിച്ചവരെല്ലാം നിലവിൽ നാട്ടികയിലെയും കൊടുങ്ങല്ലൂരിലെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചവരുടെ വിവരം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പ്രാഥമികമായും ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഈ തടിവണ്ടിയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് എന്നത് മാത്രമാണ് നിലവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. വിശദമായി തന്നെ ഡ്രൈവറെ നിലവിൽ മതിലകം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഡ്രൈവറെയും ലോറിയെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ലോറിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഈ അപകടത്തിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി വരികയായിരുന്നു ലോറി. ആ ലോറിയാണ് ഈ തീരദേശ മേഖലയിൽ നാട്ടികയ്ക്കും തൃപ്രയാറിനും ഇടയിൽ അവിടെ ഒരു JK തിയേറ്റർ ഉണ്ട്. ആ JK തിയേറ്ററിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന നാടോടികൾക്കിടയിലേക്ക് ഈ ലോറി പാഞ്ഞു കയറുന്നു. ഉറക്കമായതുകൊണ്ട് തന്നെ ഇവരാരും ഈ അപകടത്തെക്കുറിച്ച് ഒരു സൂചന പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞൊടിയിടയിൽ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടുനിന്നവർ പറയുന്നത്. കൃത്യമായ ദൃക്സാക്ഷികളുണ്ട്. അവരുടെ ഉൾപ്പെടെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ മതിലകം പോലീസുമായി ബന്ധപ്പെട്ടിരുന്ന ദൃക്സാക്ഷികളുണ്ട്. ഈ അപകടത്തിന് അവർ പറയുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 12-ലധികം പേർ, 15ഓളം പേരാണ് അവിടെ ഉറങ്ങിയതെന്നുള്ളതാണ് കിട്ടുന്നത്. ആ 15 പേർക്കിടയിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറുന്നത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഈ മരിച്ച 5 പേരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്ത. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ തൃശ്ശൂർ നാട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, 7 പേരോളം പരിക്കേറ്റവരായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരു ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളടക്കം അതിലുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്നത് പോലെ 5 പേർ മരണമടഞ്ഞു, 7 പേർ ആശുപത്രിയിലുണ്ട്. എന്നാലും ചിലർ ആ ഗ്രൂപ്പിലുള്ളവർ അവർ എവിടെയാണ്? അവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നുണ്ടോ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്, എന്നാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 5 പേരുടെയും മൃതദേഹം നിലവിൽ ഈ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ദിനേശൻ. ശ്രീ ദിനേശൻ, കേൾക്കാമെങ്കിൽ? ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതും ആ ഗ്രാമം ഒന്നാകെ അതിന്റെ നടുക്കത്തിലാണെന്നും അറിയാം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടോ? കാരണം ഈ വീടില്ലാത്ത ഒരുപാട് പേർ ഇതുപോലെ റോഡരികിലൊക്കെ കിടന്നിറങ്ങുന്ന കാഴ്ച ഒക്കെ നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ അവർക്കിടയിലേക്ക് ഈ തടിലോറി കയറിയിറങ്ങിയുണ്ടായ അപകടം, അത് എങ്ങനെയാണത് സംഭവിച്ചതെന്നൊക്കെയുള്ള ഒരു പ്രാഥമികമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു കാണുമല്ലോ. ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ വിവരങ്ങൾ അതൊക്കെ. നാട്ടിക സെന്ററിൽ നിന്ന് കോഴിക്കോട് നിന്ന് പെരുമ്പാവൂർക്ക് ലോറിയാണ്, തടി ലോറിയായിരുന്നു. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നടക്കുന്നത്. ഇവിടെ ആവശ്യമായിട്ടുള്ള സിഗ്നലുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ലോറി ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരം. പോലീസ് കസ്റ്റഡിയിലുണ്ട്. ലോറി ഏതാണ്ട് ഇവരെ മേത്തിടിച്ച് കയറിയിട്ട് ഒരു 200-250 മീറ്റർ അകലെ പോയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. യാതൊരുവിധ സിഗ്നലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ നാഷണൽ ഹൈവേ പണിയൊന്നും നാട്ടിക സെന്ററിൽ ഇല്ല എന്നുള്ളതും പ്രത്യേകം പറയേണ്ടതാണ്. ശ്രീ ദിനേശൻ, ഈ നാടോടി കുടുംബങ്ങളാണല്ലോ ഈ അപകടത്തിൽപ്പെട്ടത്. അപ്പൊ ഇവരുടെ ഇങ്ങനെ ഈ റോഡരികിൽ കിടക്കുകയായിരുന്ന ആൾക്കാരാണല്ലോ. അവർക്ക് കൃത്യമായിട്ടൊരു വാസസ്ഥലമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു, അല്ലേ? ഇതിൽ പണിയുന്ന സ്ഥലത്ത് പണി പൂർത്തിയായിട്ടില്ല. അതിന്റെ പേരിൽ തന്നെ അവര് അവിടെ കിടക്കായിരുന്നു. ഈ ഡിവൈഡർക്ക് ഇടിച്ച് തകർത്തിട്ടാണ് ഈ ലോറി
ഇങ്ങോട്ട് ഹൈവേ പണിയുന്നിടത്ത് കയറിയിട്ടുള്ളത്. ശരി, ഇപ്പൊ ഈ അപകടത്തിൽ പെട്ടിട്ട് ഇപ്പൊ പരിക്കേറ്റ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ, അവരുടെയൊക്കെ നില എന്താണ്? അവരെ ഏതൊക്കെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ? ശ്രീ ദിനേശിന് കേൾക്കാമോ? ശരി, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് ഹൈവേയുടെ, അതിന് തൊട്ടടുത്ത് ആണ് ഈ അപകടം. അതായത് അവിടെ ഡിവൈഡർ ഉണ്ട്, ആ ഡിവൈഡറൊക്കെ മറികടന്നാണ് ഈ തടിലോറി ആൾക്കാരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയത്. അങ്ങനെയാണ് ഈ 5 പേരുടെ ദാരുണാന്ത്യം അവിടെ സംഭവിച്ചത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന പോലെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഡിവൈഡറൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് ഈ തടിലോറി വന്നു എന്നാണ്. അപ്പോൾ കൃത്യമായ ചില എന്താണ് പറയുക, ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വേണ്ട രീതിയിൽ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ സൂരജ്? പ്രജിൻ, തീർച്ചയായും ഈ മേഖലയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അടക്കം നമ്മൾ ഒരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട അടക്കമുള്ള വാർത്ത നമ്മൾ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഈ തുടർച്ചയായി അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇതിന്റെ റിഫ്ലക്ടറുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഈ അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ അപകടത്തിലേക്ക് നയിച്ചത് അത്തരം ഒരു കാരണമാണോ എന്ന് നമ്മൾ വിശദമായ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. എന്തായാലും ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്, പക്ഷേ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിക്കൊണ്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഈ മേഖലയിൽ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഒരു ഡിവൈഡർ ആണ്, അതായത് ഇതിനു വേണ്ടി ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം എടുത്തിട്ടിരിക്കുന്നു. അവിടെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും നടക്കാത്തതിനാൽ, അതായത് ഒരിടയ്ക്ക് ദേശീയപാത നിർമ്മാണം വളരെ വേഗത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എടുത്തിട്ട സ്ഥലം വെറുതെ കിടക്കുകയാണ്. അങ്ങനെ ആ സ്ഥലത്താണ് ഈ നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിടന്നുറങ്ങിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഉറങ്ങിയവരുടെ ശരീരത്തിലേക്കാണ് ഈ ലോറി ഇടിച്ചു കയറുന്നതും 5 പേർ മരിക്കുന്നതിലേക്കും കാര്യങ്ങൾ പോയത്. പ്രജൻ, സൂരജ്, നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ റോഡരികിൽ കിടന്നുറങ്ങുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ. ഈ അപകടത്തിന്റെ മുൻപിലാണ് അത്തരം ആൾക്കാരുടെ ജീവിതം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നതും അത് തൃപ്രയാർ നാട്ടികയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നാടോടി കുടുംബങ്ങൾ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നവരാണോ? അപ്പോൾ അവരെ ഇതുപോലെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിർദ്ദേശം നൽകാനോ ഒന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടായില്ല എന്നാണ്. പോലും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു നിർദ്ദേശങ്ങൾ, അതായത് ഏത് രീതിയിലായിരിക്കണം, പകലും രാത്രിയും ഈ നിർമ്മാണം എപ്പോഴായിരിക്കും, നിർമ്മാണം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവരെ എവിടെയായിരിക്കണമെന്ന തരത്തിലൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ ഇവരോട് ആരും സംസാരിച്ചിരുന്നു പോലും ഇല്ല എന്നല്ലേ നമുക്കിതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? തീർച്ചയായും അതായത് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവരുടെ താമസം സംബന്ധിച്ചോ ഒക്കെ ഒരു കൃത്യമായ ഒരു നടപടികൾ സ്വീകരിക്കുന്നതിൽ പോരായ്മകളുണ്ട്. അതിനപ്പുറം ഇവരെ ഏകദേശം നമുക്ക് ലഭിക്കുന്ന പ്രകാരം പലപ്പോഴും ഇങ്ങനെ ഈ നാടോടിക്കൂട്ടങ്ങൾ പുറത്തുനിന്ന് വരുന്നു, അവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു, തൊഴിൽ ചെയ്ത് അവർ ഇടയ്ക്ക് നാട്ടിലേക്ക് പോയി വരുന്നതാണ് അതിന്റെ ഒരു രീതി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഈ ഹൈവേയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നാട്ടികയുടെ പല ഭാഗങ്ങളിലും ഈ ഒഴിഞ്ഞ ഒത്തിരി പുറമ്പോക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ക്യാമ്പ് ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. ഈ ഹൈവേ നിർമ്മാണം തുടങ്ങിയത് മുതൽ ഈ സ്ഥലങ്ങളെല്ലാം, അതായത് അതിനു മുമ്പുണ്ടായിരുന്ന റോഡിന്റെ അരികുവശത്തുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഹൈവേയുടെ ഭാഗമായി അത് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നുമില്ല, ഈ സ്ഥലങ്ങളെല്ലാം വെറുതെ കിടക്കുന്നു. അതാണ് ഇവർ ഈ ഹൈവേ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഈ ക്യാമ്പ് ചെയ്യുന്നതിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത്. വെറുതെ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടക്കാതെ കിടക്കുന്ന സ്ഥലം. അങ്ങനെയാണ് ഇപ്പോൾ നിർമ്മാണം നടത്തേണ്ടിയിരുന്ന സ്ഥലത്ത് ഇവർ ടെന്റടിച്ച് കിടക്കുന്നത്. ആദ്യ വാർത്ത പ്രേക്ഷകർക്ക് നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഒരു ദുഃഖ വാർത്തയിലാണ് നമ്മൾ തുടങ്ങിയത്. അതിന് നടുക്കമുണ്ട്, പക്ഷേ മറ്റു വാർത്തകൾ കൂടി ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ മോർണിംഗ് വാക്ക് പുരോഗമിക്കുമ്പോൾ അത്തരം വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത. പക്ഷേ വാർത്ത എന്ന് പറയുന്നത് അതൊരു ഇൻഫോർമേഷൻ ആണല്ലോ, നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ നമുക്കും വിഷമമുണ്ട്, കാരണം ആരായാലും ഊരും പേരും ഇല്ലാത്തവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ മരണവാർത്ത, അവരനുഭവിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, ഇതൊക്കെ നമ്മളെയും ദുഃഖിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ വാലി അഥവാ PC അനീഷ് പറയുന്നുണ്ട്, പണ്ട് MBDയുടെയും പോലീസിൻ്റെയും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഈ ഡ്രൈവർമാർക്ക്, ലോങ് ഡ്രൈവ് നടത്തുന്ന ഡ്രൈവർമാർക്ക് കട്ടൻ കാപ്പി കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംവിധാനം വേണ്ടിയിരിക്കുന്നു, പക്ഷെ നമുക്ക് ഉറപ്പില്ല. അതെ, യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്, മദ്യപിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. മറ്റു വാർത്തകളിലേക്ക് പെട്ടെന്ന് പോവാം. ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJP-യിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും C. കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം പരസ്യ നിലപാടെടുത്തതോടെ ജില്ലാ നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൗൺസിലർമാരെ പ്രതിക്കൂട്ടിലാക്കിയാൽ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്ന സൂചനയുണ്ട്. പരാജയത്തിന് കാരണം കൗൺസിലർമാരെന്ന റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെ ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അപ്പോ നമ്മളോടൊപ്പം നമ്മുടെ എന്തായാലും ഇപ്പോൾ പാലക്കാട്ടെ തോൽവി അത് BJP രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ BJP എന്ത് നിലപാടെടുക്കുന്നു എന്ന് നിർണായകമാണ്. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒരു നേതൃയോഗം ചേരുന്നു. നിതിൻ അംബുജൻ നമ്മോടൊപ്പം അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഇതിന് ഗുഡ് മോർണിംഗ്. അപ്പോൾ BJP-യിൽ ആകെപ്പാടെ അസ്വാരസ്യങ്ങളാണ്. പാലക്കാട്ടെ തോൽവി ആ പാർട്ടിയെ ആ രീതിയിൽ പിടിച്ചുലക്കുന്നുണ്ട്. ഈ നേതൃയോഗത്തിൽ ഈ വിഷയം സ്വാഭാവികമായിട്ടും ചർച്ചയാകും, അതിൽ തർക്കങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഉറപ്പാണ്. പാലക്കാട്ടെ തോൽവിയുടെ അനുരണനങ്ങൾ ഇന്ന് കൊച്ചിയിലുണ്ടാകും. മാത്രമല്ല ഈ C. കൃഷ്ണകുമാറിനെതിരെയൊക്കെ പാൽബൂത്തിലും നിൽക്കും, അതേപോലെ തന്നെ എവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരായ ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചർച്ചയാകുമോ? പ്രജിൻ, കൃഷിന, ഗുഡ് മോർണിംഗ്. എന്തായാലും പാലക്കാട്ടെ തോൽവി ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ മാറും. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ടയെങ്കിൽ പോലും പാലക്കാട്ടെ പാർട്ടിയുടെ ദയനീയ പരാജയം അത് യോഗത്തിൽ ഉയർത്താനാണ് ഒരു വിഭാഗം, സുരേന്ദ്രൻ്റെ എതിർവിഭാഗത്തിൻ്റെ നീക്കം. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പാലക്കാട് BJP ഉണ്ടാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു മാത്രമല്ല വോട്ട് കുറവാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി സുരേന്ദ്രൻ്റെ രാജി ആവശ്യം ഉയർത്താനാണ് എന്തായാലും സുരേന്ദ്ര വിരുദ്ധ ചേരിയുടെ നീക്കം. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രനും പ്രാദേശിക നേതാക്കളും ഈ പ്രചരണ രംഗത്ത് സജീവമായിരുന്നില്ല എന്ന കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി ഒരു പ്രതിരോധം തീർക്കാൻ എന്തായാലും സുരേന്ദ്ര പക്ഷത്തിന്റെ നീക്കമുണ്ടുമുണ്ട്. നിലവിൽ സുരേന്ദ്രനൊപ്പം ഇരുന്ന V. മുരളീധരൻ ഇപ്പോൾ എതിർചേരിയിലാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ ഒപ്പമുള്ള ആളുകളുടെ എല്ലാം സ്വാഭാവികമായിട്ടും എണ്ണം ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായാലും സുരേന്ദ്രൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രാജ്യസേന നേതൃത്വത്തെ അറിയിച്ചെന്ന 24 വാർത്തയുണ്ടായിരുന്നു. അത് സുരേന്ദ്രൻ നിഷേധിച്ചിട്ടുമില്ല. ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ എന്തായാലും ഇപ്പോൾ സുരേന്ദ്രനുണ്ട്. പക്ഷേ സുരേന്ദ്രൻ ഈ നീക്കം ഒരു നാടകമാണെന്നാണ് സുരേന്ദ്ര വിരുദ്ധ ചേരിയുടെ ആരോപണം. കാരണം രാജ്യസേന അറിയിക്കുമ്പോൾ സ്വാഭാവികം ദേശീയ നേതൃത്വം ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഒരു സുരക്ഷ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് എന്തായാലും സുരേന്ദ്ര പക്ഷത്തിന്റെ ഒരു ആലോചന. എന്തായാലും ഇന്നത്തെ നേതൃയോഗത്തിൽ സ്വാഭാവികമായിട്ടും ഈ പാലക്കാട്ടെ ദയനീയ തോൽവി കൂടാതെ സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട മുഖ്യ അജണ്ട. ഈ പാലക്കാട്ടെ എന്താണ് പറയാ, പാലക്കാട്ടത്തെ BJP നേതൃത്വം അത് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു, അത് സംസ്ഥാന നേതൃത്വത്തിനെ പലപ്പോഴും മറികടക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നുണ്ട്. അപ്പോൾ ഇപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടയ്ക്ക് ഒരു നടപടി എടുക്കാതെ പാലക്കാട്ടെ BJP നേതാക്കൾക്കിടയിൽ അവിടത്തേക്ക് ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കർശനമായ നടപടികളോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത്തരം സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പാലക്കാട്ടെ ഒരു തോൽവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രാദേശികമായിട്ടുള്ള നടപടിയെടുത്താൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ പൊട്ടിത്തെറിക്കുക എന്തായാലും പാലക്കാട്ട് BJP-യിലേക്ക് പോകും. തോൽവി പിന്നാലെ വലിയ അസ്വാരസ്യങ്ങളും ഭിന്നാഭിപ്രായങ്ങളും പാലക്കാട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് വലിയ തലവേദനയിലാണ് BJP നേതൃത്വമുള്ളത്. ഒന്ന് സുരേന്ദ്രന്റെ രാജി ആവശ്യമായി ഒരു വിഭാഗം രംഗത്തുണ്ട്. അതേസമയം പ്രാദേശിക നേതൃത്വ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തുണ്ട്. അതിനിടയിലാണ് സംഘടന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ നേതൃയോഗത്തിൽ ഇതെല്ലാം ചർച്ചയാകും. എന്തായാലും ഇതിനിടയിലാണ് സുരേന്ദ്രന്റെ സ്വയം രാജി സന്നദ്ധ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കലുഷിതമായ ഒരു നേതൃയോഗമാണ് എന്ന് പറയാം. അതെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കരുനീക്കമാണല്ലോ. അപ്പൊ ഈ കരുനീക്കങ്ങളുടെ ഭാഗമായി BJP-ക്ക് ഏറ്റവും വലിയ തലവേദനയാകാൻ പോകുന്നത് ഈ പറയുന്ന ഭിന്നതകൾ തന്നെയായിരിക്കും അല്ലേ? പടലപ്പിണക്കങ്ങൾ എല്ലാ മേഖലയുണ്ട്. അപ്പോൾ നിതിൻ അമ്പു ഇന്ന് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു പ്രത്യാഘാതങ്ങൾ, അതിന്റെ അനുരണനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? താങ്ക് യു. യെസ്, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ EP ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കുന്നു. കോട്ടയം SP DGP-ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. DC ബുക്സ് ഉടമ DC രവി, പരാതിക്കാരനായ EP ജയരാജൻ, DC ബുക്സിലെ ജീവനക്കാർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് DGP-ക്ക് കൈമാറിയിരിക്കുന്നത്. DC ബുക്സ് തെറ്റായ പ്രചാരണം നടത്തിയെന്നായിരുന്നു EP ജയരാജന്റെ പരാതി. അതായത് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ, കരാറില്ലാതെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന്. പോലീസ് റിപ്പോർട്ടിന്മേൽ ഇന്ന് EP ജയരാജന്റെ പ്രതികരണത്തിനുള്ള ഒരു സാധ്യതയെ നമ്മൾ കാണുന്നുണ്ട്. യെസ്, അപ്പോൾ
അതേസമയം ചേർത്ത് വായിക്കുന്നതാണ് ഇന്നലെ പുറത്തു വന്ന DC-യുടെ ആ FB പോസ്റ്റ് അല്ലെ. അതിനകത്ത് DC വ്യക്തമാക്കുന്ന അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും EP-യുടെ ആത്മകഥാ വിവാദം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തുടർ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. EP-ക്ക് കൂടുതൽ വിയർക്കേണ്ടി വരുമോ ഈ പറയുന്നത് പോലെയുള്ള ഒരു വിശദീകരണം നൽകാൻ? കാരണം അത്തരത്തിലുള്ള രേഖകൾ DC ബുക്സിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ, അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇന്നത്തെ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇന്ന് ഭരണഘടനാ ദിനമാണ്. രാജ്യം ഇന്ന് ആ ദിനം വളരെ വിപുലമായി ആഘോഷിക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയതുമാണ്. 1949 നവംബർ 26 ഭരണഘടനാ രൂപീകരണത്തിനായുള്ള ആ ഒരു അസംബ്ലി രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി പഴയ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ സംയുക്ത സമ്മേളനം ചേരും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ സംസാരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള നാണയവും സ്റ്റാമ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന 2 പുസ്തകങ്ങൾ പുറത്തിറക്കും. ചടങ്ങിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകാത്തതിൽ വിട്ടുനിൽക്കാൻ ഇന്ത്യ നേതാക്കൾ ആലോചിച്ചിരുന്നെങ്കിലും രാഷ്ട്രപതിയും സഭാ അധ്യക്ഷന്മാരും മാത്രമാകും സംസാരിക്കുക എന്ന് അറിയിച്ചതിനെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരുന്ന വാർത്ത. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു വൈകി വന്ന പ്രേക്ഷകരൊക്കെ നമ്മളിപ്പോൾ എവിടെയാണ് ഇന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായ ചങ്ങമ്പുഴ പാർക്കിലാണ് നമ്മളിന്ന് മോർണിംഗ് വാക്കിനുള്ളത്. നവീകരിച്ച പാർക്കാണ്. കഴിഞ്ഞ ഒരു 2 സെപ്റ്റംബറിലാണ് നവീകരിച്ച ഈ പാർക്ക് തുറന്നു കൊടുത്തത് പൊതുജനങ്ങൾക്കായി. അപ്പോൾ അതിനുശേഷം കാണാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ പറയുന്ന കുട്ടികൾക്ക് മാത്രമായ ഒരു ഏരിയ ഉണ്ട്, അവിടെ ജിമ്മുണ്ട്. ആ കുട്ടികൾക്ക് മാത്രമായ ഏരിയയിൽ നിതിരംബുജൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ ജിമ്മാണെന്ന് തെറ്റിദ്ധരിച്ച കുട്ടി അത് കയറിയതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ജിമ്മുണ്ട്. അതുപോലെ ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഇതിന്റെ നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട്, അതായത് നവീകരണത്തിനായിട്ട് ഒരു മരം പോലും വെട്ടിയില്ല. പ്രത്യേകിച്ച് ഇതിലൊരു ആംഫി തിയേറ്റർ ഉണ്ട്. അപ്പൊ ആ ആംഫി തിയേറ്ററിന്റെ നിർമ്മാണത്തിൽ അവിടെ ഒരു വളരെ പഴക്കം ചെന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം കൂടെ ആ വാതിലിൽ നിർത്തിയാണ് ഇതിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും തട്ടാത്ത രീതിയിലാണ് ഇതിന്റെ മാത്രമല്ല സെന്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നാണ്. നമ്മുടെ മെട്രോയോ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അതോടൊപ്പം ഇവിടെ ഒരു കണ്ടോ നേവിയുടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. കയറി പോയാലോ നോക്ക്.